നമസ്കാരം, എല്ലാവർക്കും സതേൺ മെനുവിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നീതു. അപ്പോൾ ഞാനിന്ന് സതേൺ മെനുവിലൊരു കട്ടൻ ചായ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കട്ടൻ ചായ എന്ന് പറയുമ്പോൾ ഫ്ലേവറുള്ള കട്ടൻ ചായയാണ്. അപ്പോൾ നമുക്കിതിനെ ലെമൺ മിൻറ്റ് ടീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ഫ്ലേവറുള്ള കട്ടൻ ചായയാണ്, നല്ല റിഫ്രഷിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം 500 ml, അതായത് 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ചായ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതാ നോക്കിക്കേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചായപ്പൊടി, അതായത് തേയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് തേയിലയാണോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ചായപ്പൊടി, അതായത് തേയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടുപ്പം ഓരോരോ ആളുടെ ഇഷ്ടം പോലെ. ഞാൻ വളരെ മൈൽഡായിട്ടുള്ള ഒരു കടുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. വളരെ നേർത്ത ചായ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്കധികം കടുപ്പമുള്ളത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു കടുപ്പത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുത്തുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ തേനിൻ്റെ ഒക്കെ ഒരു കളറ് വരില്ലേ, ആ കളറ് വരുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കാം. അപ്പോൾ കട്ടൻ ചായക്ക് അധികം കടുപ്പമുള്ളതും നല്ല ടേസ്റ്റൊന്നും കാണില്ല അല്ലേ. വളരെ നേർത്ത ചായയാണ് ഏറ്റവും നല്ലത്, കുടിക്കാനും നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഒരു ഹണി, അതായത് തേനിൻ്റെ ആ ഒരു കളറ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ കുറേ നേരം ഇതിനകത്ത് തന്നെ വെക്കരുതേ, അത് വീണ്ടും അതിൻ്റെ ഒരു കടുപ്പം മാറിപ്പോവും. നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാൻ നമ്മുടെ ചായ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്, കട്ടൻ ചായ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല, ഇവിടെ ജസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മധുരമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓരോരോ ആളുടെ മധുരത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതിന് മുന്നേ പഞ്ചസാര ഇടരുത്. ആ തേയിലൊക്കെ മധുരമൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മധുരം കിട്ടില്ല ചായക്ക്. പിന്നെ നമുക്കിതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ടത് നാരങ്ങയാണ്, ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ്. അതായത് 2 കപ്പിന് മീഡിയം സൈസുള്ള ഒരു ചെറുനാരങ്ങ. അപ്പോൾ 1 ഗ്ലാസ്സിന്, അതായത് 1 കപ്പിനൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ചെറിയ ഒരു നാരങ്ങ, മുഴുവൻ നാരങ്ങ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ എല്ലാം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയുക. അപ്പോൾ ബാക്കിയുള്ള ആ ചെറുനാരങ്ങയുടെ അതിനകത്തുള്ള ഒരു പാട്ടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതങ്ങനെ തന്നെ വെക്കാം. പിന്നെ നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ മിൻറ്റ്, അതായത് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. നമ്മൾ ചായ ചൂടാക്കുന്ന സമയത്ത് ഒരിക്കലും പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ അങ്ങ് മുന്നിട്ട് നിൽക്കും. നമ്മളൊരു ലെമൺ ടീ ആണല്ലോ ഉണ്ടാക്കുന്നത്. ലെമൺ ടീയിൽ ഒരു മിൻറ്റിൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കട്ടൻ ചായ ചൂടാക്കുന്ന സമയത്ത് മിൻറ്റിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ പാടില്ല. ആ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്യുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെമൺ ടീ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചൂടോട് കൂടിയിട്ട് ഒഴിക്കുന്ന സമയത്ത് ആ പുതിനയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ചായയിലേക്ക് അങ്ങ് ഇറങ്ങി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. അത് ഓരോരാളുടെ ഇഷ്ടം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുക കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണില്ല, പക്ഷേ ചൂടോട് കൂടിയിട്ടാണ് നല്ല ടേസ്റ്റി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൻറ്റ് ലെമൺ ടീ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്